ശ്രീ അയൂബ് ഖാൻ, ഇപ്പോൾ ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അബ്ദുൾ റഹീമിന്റെ മോചനം. അത് എത്രയും വേഗം സാധ്യമാകുമെന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ അതെന്തായാലും ഫലം കണ്ടു എന്ന് മനസ്സിലാക്കാം അല്ലേ? തീർച്ചയായിട്ടും ഫലം കണ്ടിട്ടുണ്ട്. അതിലുപരി നമുക്ക് പറയാനുള്ളത് ഇപ്പൊ നിമിഷ പ്രിയയുടെ വിഷയം കൂടി നമ്മുടെ മുമ്പിലാണ് നിലവിലുള്ളത്. ഹലോ, കേൾക്കുന്നുണ്ടോ? അതെ, കേൾക്കാം, പറയൂ. നിമിഷ പ്രിയയുടെ വിഷയം കൂടിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ റഹീം വിഷയത്തില് ലോക മലയാളികള് സമാഹരിച്ചെന്ന് പറഞ്ഞാല് 35 കോടി ഉപയോഗിച്ചപ്പോൾ ഏകദേശം 48 കോടിയോളം രൂപ സമാഹരിച്ചു കൊടുത്തൊരു മലയാളി സമൂഹമാണ് നമ്മുടെ കേരളത്തിലുള്ള ലോക മലയാളികള്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് റഹീം കമ്മിറ്റിയോട് നമുക്ക് അതിന്റെ ഒരു വാട്സപ്പ് കൂട്ടായ്മ തന്നെ ഓൾറെഡി ഉള്ളതാണ്. അതില് GCC രാജ്യങ്ങളിലുള്ള റഹീം കമ്മിറ്റിയിലുള്ള മെമ്പേഴ്സുമാർ, അതുപോലെ തന്നെ കേരളത്തില് ഉള്ളവർ ഒക്കെ ഇരിക്കുന്നൊരു കൂട്ടായ്മ ഞങ്ങളിപ്പം നിമിഷ പ്രിയയുടെ വിഷയം കൂടി നമ്മൾ സമൂഹത്തിന് മുമ്പിലേക്ക് അവതരിപ്പിക്കണം പറയുന്നത്. ഓൾറെഡി നിമിഷ പ്രിയയുടെ വിഷയം തന്നെ ഇനി തുച്ഛമായ ദിവസം കൂടിയേ ഉള്ളൂ. പക്ഷെ റഹീമിന്റെ ഒരു ഫണ്ട്, എക്സസ് ഫണ്ട് ആയിട്ടുള്ള ഏകദേശം 12 കോടിയോളം രൂപ ഒരു ബാങ്ക് അക്കൗണ്ടിൽ കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് കിടപ്പുണ്ട് നിലവില്. അപ്പൊ നിമിഷ പ്രിയയുടെ ഒരു വിഷയം കൂടി നമ്മൾ 2 ദിവസം കൊണ്ട് നമ്മൾ ചർച്ചയിൽ കൊണ്ടുവന്നിട്ടുള്ള വിഷയം കൂടിയാണ്. ഇപ്പം എന്തായാലും റഹീം വിഷയം നമുക്ക് കൃത്യമായി പറഞ്ഞാൽ എന്തായാലും തൂക്കിലേറ്റും എന്ന് പറഞ്ഞ വിഷയത്തിൽ ഏകദേശം 35 കോടി രൂപ ചോദിച്ചു. അത് ദയാപണമായിട്ട് കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവില് ഇനി എക്സസ് ഫണ്ട് കിടക്കുന്ന മറ്റൊരു മലയാളി പെൺകുട്ടി, പാലക്കാടുകാരി നിമിഷ പ്രിയയുടെ ജീവനം കൂടിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ ഇനി ഒരു ഫണ്ട് കളക്ഷനോ കാര്യങ്ങളോ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് എത്തിയാൽ എത്ര ഫണ്ടാവുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ TV കൂടി എന്റെ ഈ ശബ്ദം പുറം ലോകത്തേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ എക്സസ് ഫണ്ടായി കിടക്കുന്ന 12 കോടിക്ക് മുകളിൽ കിടക്കുന്ന ഒരു ഫണ്ടിൽ നിന്നും 8.9 CR ആണ് നിമിഷയുടെ മോചനത്തിന് ആവശ്യം. അത് തീർച്ചയായിട്ടും ഈ കോടമ്പുഴ കമ്മിറ്റിയും അതുപോലെ തന്നെ സൗദി കോർഡിനേഷൻ കമ്മിറ്റിയും ആലോചിച്ചിട്ട് എത്രയും പെട്ടെന്ന് ആ കുട്ടിക്ക് കൂടി ആ ഫണ്ട് വിനിയോഗിക്കത്തക്ക രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നുള്ളത് അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ അബ്ദുൾ റഹീമിന്റെ കേസുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്? ഇതിപ്പോൾ ഏത് മാസം അല്ലെങ്കിൽ എപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് മോചനം എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അത് സൗദി കലണ്ടർ അനുസരിച്ച് 60 മാസമാണ് വരുന്നത്. 60 മാസം വരുമ്പോഴത്തെ ഏകദേശം നമ്മളെ ഇവിടുത്തെ കലണ്ടറിനല്ല അവിടെ യൂസ് ചെയ്യുന്നത്. 60 മാസമാണ് അവിടുത്തെ കണക്ക് കോടതിയുടേത്. അപ്പൊ അതനുസരിച്ചുള്ള ഒരു ഡേറ്റ് ഏകദേശം ഒരു 5 മാസത്തിനുള്ളിൽ റിലീസ് ആവുന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. ഓക്കെ, ശരി, വളരെ നന്ദി ശ്രീ അയൂബ് ഖാൻ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.